എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഐ മീൻ എല്ലാവർക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഇങ്ങനെ ഒരു തിയേറ്ററിൽ വന്നൊരു എക്സ്പീരിയൻസ് കുറേ ആഗ്രഹിച്ചാണ് സ്ക്രീനിൽ കാണാൻ വേണ്ടി. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും ഭയങ്കര സന്തോഷം. നല്ല എക്സ്പീരിയൻസ് ആണ്. മെഡ്രാസ് മാലർ എങ്ങനെയുണ്ട്? അത് നിങ്ങളല്ല പറയേണ്ടത്, നിങ്ങളാണ് പറയേണ്ടത്. കേട്ടില്ലടാ. ഡ്യൂറേഷൻ 18 മിനിറ്റ്സ്. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട ഒരു മാതിരി ഉണ്ടല്ലോ. നിങ്ങൾ വേറെ കണ്ടിട്ട് വന്നിട്ട് അല്ലല്ല പ്രേമത്തിൻ്റെ നല്ല എക്സ്പീരിയൻസ്. നമ്മൾ നോർമലായി കാഷ്വൽ ആയിട്ടാണ് ഇതിലും അഭിനയിച്ചത്. നോർമൽ ബിഗ് ബോസിൽ എങ്ങനെ ഉണ്ടാവും അതേപോലെയാണ്. നല്ല അറിയില്ല, അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ട് തുടങ്ങി. ഇതിന് സെക്കൻഡ് പാട്ടോ നമുക്ക് നോക്കാം, ആലോചിക്കാം അല്ലേ? തുടങ്ങിയല്ലേ ഉള്ളൂ. ഏതായാലും കുളിച്ച് ഇനി ചന്ദ്രക്കുരുന്നിട്ട് കയറാന്ന് വെച്ച്. വലിയ ബഡ്ജറ്റിലുള്ള പടങ്ങൾ വരുന്നുണ്ടോ? ഇല്ല ആരത് ഇല്ലടാ, ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ലല്ലോ. അപ്പം നോക്കിയൊക്കെ ഇഷ്ടപ്പെട്ടോ? അതാ അവിടെ തന്നെ അത് ആ ഒരു പ്ലോട്ടിന് വേണ്ടിയുള്ളതാണ്. ലൈഫിലെന്നും കാണുന്നത് കൂടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എല്ലാവരും പറഞ്ഞു. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നല്ല പ്ലോട്ട് നോക്കി ഇപ്പം നമുക്ക് ഇൻഡിവിജ്വലി ഓരോ കരിയർ ഗോൾസ് കാണുമല്ലോ. അത് സെലക്ട് ചെയ്തൊക്കെയാണ് മുമ്പോട്ട് പോകുന്നത്. എനിക്ക് തമിഴിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നുണ്ട്, മൂവി ഒന്നും വരുന്നത് തമിഴിൽ. പിന്നെ മലയാളത്തിൽ അപ്പോൾ ചെയ്തിരിക്കുന്നത് മലയാളമല്ലേ? ഞാൻ തമിഴിലെ അർജുൻ ഓൾറെഡി വന്നു ചെന്നൈ മൂവിയിലേക്ക്. ഞാൻ ശ്രമിക്കുന്നു, ഓൾറെഡി ക്ഷണിക്കും. ജിത്തു സാർ മൂവി വരുന്നല്ലോ, അതിലൂടെ ക്ഷണിക്കും. അല്ല ശരിയായി, ഞാൻ പെട്ടെന്ന് അവിടെ ഇത്തിരി തമിഴ് ഫ്രണ്ട്സോട് ഇതായിട്ട് ഇപ്പോൾ പോയി തിരിച്ചു പോകും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കുറേ പേരുടെ ഇപ്പം നമ്മുടെ മാത്രമല്ല, ഇതിൻ്റെ ബാക്കിൽ കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ സപ്പോർട്ടാണ്. കുറേ ആൾക്കാർ കുറേ വർഷമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തൊരു പ്രോജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജനുവനായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുക. നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ പറയാം. എല്ലാവരും അത് തിരുത്തി മുമ്പോട്ട് പോകും. നെഗറ്റീവ് ഇല്ല. അല്ല ഞാൻ പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പം താങ്ക് യു സോ മച്ച്. വെറുതെ ഞങ്ങളിപ്പോൾ കളിയാക്കും മെത്തേഡ് ആക്ടിങ് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ആ ഒരു ഫ്ലോയിൽ പോകും. എനിക്ക് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു ആക്ടിങ് എന്ന് പറയുന്നത്. ക്യാമറയുടെ മുന്നിൽ ഇത്ര നേരം നിൽക്കുക, ഡയലോഗുകളൊക്കെ എല്ലാം ക്രിയേറ്റേഴ്സിൻ്റെ കഴിവാണ്. അപ്പോൾ നമുക്കിപ്പോൾ എത്ര അറിയത്തില്ലെങ്കിലും അറിയാവുന്ന ആളാണെങ്കിൽ നല്ലൊരു ക്രിയേറ്ററിൻ്റെ കൈ കിട്ടുകയാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാമെന്നുള്ളതിൻ്റെ അങ്ങനെ ചെയ്യാം. എല്ലാം ക്രിയേറ്ററിൻ്റെ കഴിവാണ്. ഉള്ളിലെ തൊരയുള്ളതാണല്ലോ നമ്മളിവിടെ വരെ എത്തിയത്. മുമ്പോട്ട് ആ തുറന്ന് കയറത്തെന്ന് വിശ്വസിക്കുന്നു. ഇല്ല, ലാസ്റ്റ് സാറിന് അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ ആ ഷോ കഴിഞ്ഞേ കണ്ടില്ല. പിന്നെ പൊളിയില്ല, അത് ചെറിയ ലെവൽ, ഇന്റർനാഷണൽ ലെവൽ, അതിന് വെയിറ്റിംഗ് ആണ്. കണ്ടിട്ട് സൂപ്പർ സ്റ്റാർ ഗേൾസിന്റെ ഇടയിൽ അർജുന
ഫസ്റ്റ് ഒരു സംഭവം ചെയ്തേ ഉള്ളൂ, അതിന് വൈകുന്നേരം റിലീസ് ആവത്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ സ്റ്റാർ ആണോ അതോ വീട്ടിലിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാം. ഓക്കെ എല്ലാവർക്കും സന്തോഷം. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും